മഹാദേവനെ സത്യമായി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ എന്താണ് നമ്മൾക്ക് മാറുന്നത്? ജീവിതത്തിൽ എന്താണ് മാറുന്നത് എന്ന ഒരു ചോദ്യം നമ്മൾ ചോദിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്ന ഒരു പ്രതീക്ഷയുണ്ട്. എൻ്റെ പ്രശ്നം തീരണം, എൻ്റെ കഷ്ടപ്പാട് മാറണം, എൻ്റെ ജീവിതം നേരെയാകണം എന്നൊരു ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും. അതാണ് നമ്മളെ പലപ്പോഴും ദൈവത്തിലേക്ക് കൊണ്ടുപോകുന്നത്, അമ്പലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. സന്തോഷമുള്ള സമയത്ത് നമ്മളാരും തന്നെ ശിവനെ തന്നെയല്ല, ശിവനെന്ന് മാത്രമല്ല, ദൈവങ്ങളെ അത്ര ഓർക്കാറില്ല അല്ലേ? വേദന വന്നാൽ, തകർച്ച വന്നാൽ, അല്ലെങ്കിൽ ഓരോ ചോദ്യങ്ങൾക്കും ഉള്ള ഉത്തരങ്ങൾ കിട്ടാത്ത രാത്രികൾ വന്നാൽ മാത്രമാണ് നമ്മൾ ഭഗവാനെ വിളിക്കുന്നത്, ദൈവമേ എന്ന് വിളിക്കുന്നത്. ദൈവമേ എന്താണ്? അതിന് ഒരിക്കലും തെറ്റ് പറയാൻ പറ്റില്ല. പക്ഷേ ഭഗവാൻ നമ്മൾ കരുതുന്ന പോലെ പ്രശ്നം മാത്രം സോൾവ് ചെയ്യുന്ന ഒരു ദൈവമല്ല. മഹാദേവനെ സത്യമായി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ആദ്യം മാറുന്നത് ജീവിതമല്ല, ആദ്യം മാറുന്നത് നമ്മളാണ്. അതാണ് പലർക്കും മനസ്സിലാകാത്ത ഒരു സത്യമെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ചിലർ പറയുന്നത്, ഞാൻ പ്രാർത്ഥിച്ചു പക്ഷേ എനിക്കൊന്നും മാറിയില്ല. അത് പലരും പറയുന്ന കാര്യമാണ്. പുറത്ത് നോക്കിയാൽ ഒന്നും മാറിയതായി തോന്നില്ല. പക്ഷേ ഉള്ളിൽ നമുക്ക് തന്നെ അറിയാതെ ഒരു ചെറിയ മാറ്റം തുടങ്ങിയിട്ടുണ്ടാവും. അത് എത്ര പേർക്കത് മനസ്സിലാകും എന്നെനിക്കറിയില്ല. ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ, മുമ്പ് ഒരേ ഒരു കാര്യം അല്ലെങ്കിൽ ഒരേ കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ തകർന്നു പോകുമായിരുന്നു. ആവർത്തിച്ച് ഒരേ കാര്യം നമ്മുടെ മനസ്സ് തകർക്കുന്ന മാതിരിയുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടേയിരുന്നിരുന്നു അല്ലേ? ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദിവസങ്ങളോളം അതിനെപ്പറ്റി ഓർത്ത് വിഷമിക്കുമായിരുന്നു. ഒരു നഷ്ടം വന്നു കഴിഞ്ഞാൽ എൻ്റെ ജീവിതം ഇവിടെ തീർന്നു എന്നുള്ള ആ ഒരു തോന്നൽ വരുമായിരുന്നു. മഹാദേവനെ സത്യമായി പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ അതേ കാര്യങ്ങൾ സംഭവിച്ചാലും നമ്മൾ അതിന് മുന്നിൽ കുറച്ച് നിമിഷം നിശബ്ദരാകാൻ തുടങ്ങും. പ്രതികരിക്കുന്നതിന് മുൻപ് ഒരു നിശബ്ദതയുണ്ടാകും നമ്മളിൽ. ഇതിന് ഞാൻ ഇത്രയും തകർന്നിരിക്കണോ എന്നുള്ള ഒരു ചോദ്യം തന്നെ ഒന്ന് ചോദിക്കാൻ തുടങ്ങും. അങ്ങനെ ഒരു ചോദ്യം ഉള്ളിൽ ഉയരും. ആ ചോദ്യം തന്നെയാണ് മഹാദേവൻ്റെ സാന്നിധ്യം. നിരവധി പേർക്ക്, ഒരുപാട് പേർക്ക് അങ്ങനെയുള്ള ഒരു പേടിയുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, ശിവനെ അധികം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിലെ ആനന്ദങ്ങൾ പോകുമോ, ഞാൻ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സുഖസൗകര്യങ്ങളെല്ലാം എന്നെ വിട്ടു പോകുമോ, അല്ലെങ്കിൽ എൻ്റെ ബന്ധങ്ങളെയെല്ലാം ഞാൻ ഉപേക്ഷിക്കേണ്ടി വരുമോ, എൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഇല്ലാതാകുമോ എന്നൊരു ചോദ്യം പലർക്കും ഉണ്ടാകും. അതാണ് മഹാദേവനെ വിളിക്കാൻ പലരെയും മടിപ്പിക്കുന്ന കാര്യം. എന്നോട് പോലും എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്, നിനക്കിപ്പോൾ ശിവനെ ഒന്നും പ്രാർത്ഥിക്കേണ്ട പ്രായമല്ല, അതൊക്കെ കുറച്ചുകൂടെ പ്രായമല്ല, കുറച്ചുകൂടെ പ്രായമാകട്ടെ, അത് കഴിഞ്ഞിട്ട് മഹാദേവൻ്റെ അല്ലെങ്കിൽ ശിവനെ പ്രാർത്ഥിച്ചാൽ മതി, ഇപ്പോൾ നിനക്കത് ശരിയാകത്തില്ല, നീ കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ നിനക്കത് പറ്റില്ല എന്ന്. അതൊക്കെ ഒരു തെറ്റിദ്ധാരണയാണ്. പക്ഷേ അതൊന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. അത് മഹാദേവൻ മാത്രം വിചാരിച്ചാൽ മാത്രമേ എല്ലാവരെയും അത് മനസ്സിലാക്കി എടുക്കാൻ പറ്റുകയുള്ളൂ. ഭഗവാനെ അറിഞ്ഞവർക്ക് അല്ലെങ്കിൽ ഭഗവാനെ മനസ്സിലാക്കിയവർക്ക് അതൊന്നും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഭഗവാൻ എന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ ജീവിതത്തെ നമ്മൾ വെറുക്കാൻ പഠിപ്പിക്കുന്ന ഒരു ശക്തിയല്ല. ഭഗവാൻ പറയുന്നത് ഒരേ ഒരു കാര്യം മാത്രമാണ്, ജീവിതത്തെ അനുഭവിക്കൂ, എല്ലാം അനുഭവിക്കൂ, നിനക്ക് തന്നതെല്ലാം നീ അനുഭവിക്കൂ. പക്ഷെ പൂർണ്ണമായി നീ കുടുങ്ങി നിൽക്കരുത്, അതിൽ മാത്രം മുഴുകി പോകരുത്. ആഗ്രഹങ്ങളുണ്ടാകാം, സന്തോഷം വേണമെന്ന് തോന്നാം, പക്ഷെ ആഗ്രഹം നിങ്ങളെ ഒരിക്കലും നിയന്ത്രിക്കരുത്. ആഗ്രഹങ്ങളെ നിങ്ങൾ നിയന്ത്രിക്കണം. ഈ ഒരു ബോധം പതുക്കെ വരും നമ്മുടെ ശിവഭക്തിയിലൂടെ. അത് ഒരു ദിവസം കൊണ്ടൊന്നും വരുന്നതല്ല, പല ദിവസത്തെ ധ്യാനത്തിലൂടെ, ആ ശ്വാസത്തിലൂടെ ഭഗവാനെ മനസ്സിലാക്കണം. ഉള്ളിലിരിക്കുന്ന മനസ്സെന്ന ശിവലിംഗത്തെ ശ്വാസം കൊണ്ട് ദിവസവും അഭിഷേകം ചെയ്യണം. ആ അഭിഷേകത്തിൽ ശക്തിയാർജിക്കുന്ന മനസ്സിൽ ദൈവസ്മരണ അല്ലാതെ, അല്ലെങ്കിൽ ഒരു നന്മയല്ലാതെ, ഒരു സത്യമല്ലാതെ വേറൊന്നും അവിടെ ഉണ്ടാവില്ല. ഭഗവാൻ മഹാദേവനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കഷ്ടപ്പാട് വരില്ലെന്ന് ആരും ഉറപ്പ് കൊടുക്കുന്നില്ല. ഒരു ശിവഭക്തരും പറയില്ലത്. എൻ്റെ ജീവിതത്തിൽ കഷ്ടങ്ങളെല്ലാം മാറിപ്പോയി, ഞാനിപ്പോൾ എല്ലാം സൗകര്യത്തിലൂടെ ആഡംബര ജീവിതത്തിൻ്റെ ഉച്ചത്തിലാണ് ജീവിക്കുന്നതെന്ന് ആരും പറയില്ല.
കഷ്ടപ്പാട് വരും. എല്ലാം നമുക്കെല്ലാം ഫസ്റ്റ് വന്ന് ശിവഭക്തിയിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എല്ലാം നമ്മുടെ കർമ്മ ഫലമാണ്. നമ്മൾ ഈ പിറവി എടുത്ത് വന്നതേ കർമ്മഫലം അനുഭവിക്കുവാൻ വേണ്ടിയാണ്. അപ്പോൾ ആ വരുന്ന കാര്യങ്ങളെയെല്ലാം, അത് സുഖമാകട്ടെ ദുഃഖമാകട്ടെ എന്തുമായിക്കൊള്ളട്ടെ, അതെല്ലാം നേരിട്ട് അത് മനസ്സിലാക്കി അതിനെ ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സ്, അതാണ് ശിവഭക്തർക്ക് ആദ്യം ഉണ്ടാകുന്നത്. കഷ്ടപ്പാട് വരും, ചിലപ്പോൾ ആദ്യത്തെക്കാട്ടിലൊക്കെ ശക്തമായിട്ട് വരും കഷ്ടപ്പാട്. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനുള്ള ഒരു മാർഗം പോലും കയ്യിലില്ലാത്ത അവസ്ഥകളുണ്ടാവും. പക്ഷേ അതിനകത്തൊരു വ്യത്യാസം ഉണ്ടാകും. നമ്മൾ ആ സമയങ്ങളിലൊക്കെ അനുഭവിച്ചതും ഇപ്പോഴുള്ളതും ആ ഒരു നിലപാടും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ടാകും. മുൻപ് കഷ്ടപ്പാട് വന്നു കഴിയുമ്പോൾ ചോദിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് മാത്രം ഈ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ നീ തരുന്നു. അതേസമയം ഇപ്പോൾ ഈ കഷ്ടപ്പാടുകൾ വന്നാൽ തന്നെയും ഇതിൽ നിന്ന് ഞാൻ എന്താണ് പഠിക്കുന്നത്, ഇതെന്തിനാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത് എന്ന ഒരു ചോദ്യമുണ്ടാവും. ഈ ഒരു മാറ്റം മതി നമ്മുടെ ജീവിതത്തിൻ്റെ ദിശ മാറാൻ. നമ്മൾ വരുന്നതിനെ എല്ലാം അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു നമ്മുടെ ജീവിതത്തിനൊരു ലഘുത്വം ഉണ്ടാവും. അപ്പോൾ ശിവനെ സത്യമായി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നവരുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നതോടൊപ്പം തന്നെ ചില മനുഷ്യർ പതുക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കും. അത് ശിവഭക്തിക്ക് പ്രധാന കാര്യമാണ്. പെട്ടെന്നായിരിക്കും അത്ര നമ്മൾ ചക്കരയും തേനും പോലെ, ചക്കരയും പഴഞ്ചൊല്ലോ, ചക്കരയും പഞ്ചാരയും പോലെ, അല്ലെങ്കിൽ ചക്കരയും തേങ്ങായും പോലെ ചേർന്നിരുന്ന വ്യക്തികൾ പെട്ടെന്നായിരിക്കും അവരുടെ ഇടയിൽ ആ ബന്ധം ശിഥിലമാകുന്നത്. അതൊരുപാട് വേദനിപ്പിക്കും. ഉറക്കമില്ലാത്ത രാത്രികളെ കൊടുക്കും. എല്ലാവരും എന്നെ വിട്ടു പോകുന്നു എന്ന ഒരു തോന്നലുണ്ടാവും. പക്ഷേ കുറേ ദിവസങ്ങൾക്ക് ശേഷം പിന്നീട് അതിനെപ്പറ്റി ഓർത്തു നോക്കിയാൽ മനസ്സിലാകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അവരുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇനിയും കൂടുതൽ കഷ്ടപ്പെട്ടേനെ. അവരെൻ്റെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോയത് നല്ലതാണ് എന്നുള്ള ഒരു ബോധത്തിലേക്ക് വരും. അപ്പോൾ എന്താണ് അവിടെ? ശിവൻ ശബ്ദമില്ലാതെ, ഡ്രാമ ഇല്ലാതെ നമ്മുടെയൊക്കെ ജീവിതത്തെ ക്ലീൻ ചെയ്യുന്ന ഒരു ശക്തിയാണ്. അങ്ങനെ വേണം ശിവഭക്തിയെ മനസ്സിലാക്കാൻ. മുൻപൊക്കെ നമ്മൾ എല്ലാത്തിനും ഒരു തിരക്കിലായിരിക്കും, അല്ലേ? എപ്പോഴും ബിസി ആയിരിക്കും. എന്താണെന്ന് വെച്ചാൽ എന്താഗ്രഹിച്ചാലും അത് ഉടനെ നടക്കണം, ഇല്ലെങ്കിൽ ദൈവമില്ല. ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നഷ്ടം ജീവിതത്തിൽ ഉണ്ടായാൽ, ദൈവം ഉണ്ടായിരുന്നെങ്കിൽ എനിക്കിങ്ങനെ വരില്ലായിരുന്നു, അങ്ങനെ ചോദിക്കും. അല്ലെങ്കിൽ ഒരു കാര്യം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ എനിക്കിത് ഇപ്പം തന്നെ കിട്ടണം, ഇപ്പം തന്നെ എനിക്കിത് മാറണം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങളിൽ മഹാദേവനെ സത്യമായി പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ക്ഷമയുണ്ടാവും, ക്ഷമ വരും. എനിക്ക് കിട്ടാനുള്ള സമയം വന്നാൽ അത് സംഭവിക്കും എന്ന ഒരു അക്സെപ്റ്റൻസ് വരും. ഈ അക്സെപ്റ്റൻസ് വലിയൊരു ആശ്വാസമാണ്. അത് ഉള്ളിൽ നിന്ന് നമ്മളെ ലഘുവാക്കും. ഒന്നിനെപ്പറ്റിയും ഓർത്ത് നമ്മൾ ദീർഘനിശ്വാസം വിടേണ്ട ആവശ്യം വരില്ല. അപ്പോൾ ഒരുപാട് പേര് ക്ഷേത്രത്തിൽ പോകുന്നവരുണ്ട്, അഭിഷേകം ചെയ്യുന്നവരുണ്ട്, വ്രതം പാലിക്കുന്നവരുണ്ട്. പക്ഷേ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അതേ കോപം, അതേ ഈഗോ, അതേ അസൂയ, ഇതൊക്കെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എത്ര പേരങ്ങനെ ഉണ്ടാവും? ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞിപ്പോൾ നമ്മുടെ വീട്ടിലൊരു പേഷ്യൻ്റ് ഉണ്ട്. സുഖമില്ലാത്ത അച്ഛനായിരിക്കാം, അമ്മയായിരിക്കാം, അമ്മായിച്ചനായിരിക്കാം, അമ്മായിമ്മയായിരിക്കാം, അല്ലെങ്കിൽ ആരോ ഒരാൾ വീട്ടിലുള്ളവർ തനിയെ എഴുന്നേറ്റ് പോയി ഭക്ഷണം എടുത്തു കൊടുക്കാൻ പോലും പറ്റാത്തവർ. പക്ഷേ ഇവരെ നോക്കുന്നവർ ഭയങ്കര തീവ്ര ശിവഭക്തരായിരിക്കാം, അല്ലെങ്കിൽ ഭക്തരായിരിക്കാം, ഏതെങ്കിലും ഒരു ദൈവത്തിൻ്റെ ഭക്തരായിരിക്കാം. ആ ഒരു ദൈവത്തിൻ്റെ വിശേഷ ദിവസങ്ങൾ ആ ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് അവിടെ പോകാനുള്ള തിരക്കായിരിക്കും. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് അവിടെ പോകണം, ദൈവത്തോട് ഭയങ്കര ഭക്തിയാണ്. പക്ഷേ വീട്ടിലുള്ള ഇതേപോലുള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അവർക്ക് കറക്റ്റ് ടൈമിൽ ഭക്ഷണം, മരുന്ന് ഇതെല്ലാം എടുത്ത് വെച്ച് റെഡിയാക്കി അവരെ കുളിപ്പിച്ച് വൃത്തിയായിട്ട് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് അവർക്ക് ഭക്ഷണം എല്ലാം കൊടുത്തിട്ടായിരിക്കണം അവർക്ക് പോകേണ്ടി വരുന്നത്. പലർക്കും അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. ഇവരുള്ളത് കൊണ്ടാണ് എനിക്കിത് കറക്റ്റ് സമയത്തിൻ്റെ കാര്യങ്ങളൊന്നും എനിക്ക് നടക്കാൻ പറ്റാത്തത്, സ്വതന്ത്രമായിട്ട് എനിക്ക് എങ്ങോട്ടൊന്നും ഇറങ്ങിപ്പോകാൻ പറ്റില്ല, ഇങ്ങനെ പരാതിപ്പെടുന്നവർ ഒരുപാട് പേരുണ്ടാവും. പക്ഷേ ഇങ്ങനെയുള്ളവർ വിചാരിക്കേണ്ടത്, നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ഉള്ള ആൾക്കാരെ അവഗണിച്ചുകൊണ്ട് നിങ്ങൾ അവർക്ക് ഉപകാരങ്ങൾ ചെയ്തു കൊടുത്തിട്ടും
മറ്റുള്ളവരോട് അവരെ പറ്റി അവരുടെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുത്തിട്ടാണ് ഇറങ്ങിപ്പോയത്, മനസ്സിന് സമാധാനമില്ല, ധൃതി വെച്ചാണ് ഇതെല്ലാം ചെയ്യേണ്ടത്. ഇതൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ആ അമ്പലത്തിലേക്ക് പോയാൽ നിങ്ങൾ ആ വിളിക്കുന്ന ദൈവം നിങ്ങൾ വിളി കേൾക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങളുടെ കർമ്മ വീട്ടിലുണ്ട്. അതിനെ കറക്റ്റ്, നിങ്ങളുടെ കർമ്മ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കടമകളാണ് നിങ്ങളുടെ കർമ്മ. എന്താണോ നിങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുന്ന കടമ അത് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യണം. അവിടാണ് ദൈവപൂജ. അപ്പോൾ ഒരു ദിവസം നിങ്ങൾക്ക് അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്കത് പോകാൻ പറ്റിയില്ലെങ്കിൽ പോലും ഭഗവാൻ അന്ന് നിങ്ങളെ കാണാൻ നിങ്ങളുടെ ഭവനത്തിൽ വരും. അതാണ് സത്യം. നിങ്ങൾ ക്ഷേത്രത്തിൽ പോയില്ലെങ്കിലും വീട്ടിലിരുന്നു കൊണ്ട് നിങ്ങളുടെ ശ്വാസത്തെ ഉള്ളിലേക്കെടുത്ത് പുറത്തു വിടുമ്പോൾ ആ നിശബ്ദതയിൽ ശിവനെ ഓർക്കുന്നുവെങ്കിൽ അതാണ് യഥാർത്ഥ ഭക്തി. ശ്വാസത്തിനിടയിലെ ആ ചെറിയ നിമിഷത്തിലാണ് നിങ്ങൾ വിളിക്കുന്ന ദൈവം നിങ്ങളുടെ ഏറ്റവും അടുത്ത് വരുന്നത്. അതുകൊണ്ട് സുഖമില്ലാത്തവരാരെങ്കിലും നിങ്ങളുടെ വീടുകളിലുണ്ടെങ്കിൽ അവരെ യഥാസമയം അവർക്കുള്ള പരിചരണം കൊടുത്ത് അവരെ അത്രയ്ക്ക് ആദരവോടുകൂടി അവരെ ശുശ്രൂഷിക്കുക. നിങ്ങളുടെ ജീവിതത്തിലുള്ള നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പല കഷ്ടങ്ങളുടെയും ഒരു പോംവഴിയാണ് നിങ്ങൾ ചെയ്യുന്ന കടമ. അതേപോലെ തന്നെ ഒരു ദിവസം നിങ്ങൾക്ക് ഇങ്ങനെ തോന്നും, എന്ത് സംഭവിച്ചാലും ഞാൻ ഒറ്റയ്ക്കല്ല. ഈ ഒരു ഫീലിംഗ് വന്നു കഴിഞ്ഞാൽ ജീവിതത്തിലെ ഒന്നും നിങ്ങളെ ജീവിതത്തിൽ എന്ത് വന്നാലും നിങ്ങളെ പൂർണ്ണമായിട്ട് തകർക്കാൻ പറ്റില്ല, ആരെക്കൊണ്ടും പറ്റില്ല. പണം പോകാം, ആളുകൾ പോകാം, ശരീരം പോലും വേദനിക്കാം, അങ്ങനൊരു അവസ്ഥ കൂടെ ഉണ്ടാവാം. പക്ഷെ ഉള്ളിലൊരു താങ്ങുണ്ടാവും. അതാണ് ശിവൻ, അതാണ് ശിവഭക്തി. അതാണ് ശിവഭക്തി നമ്മൾക്ക് കൊടുക്കുന്ന ആശ്വാസമെന്ന് പറയുന്നത്. ഭഗവാൻ പണം തരുമോ? തരാം, തരാതിരിക്കാനും കഴിയും. ശിവൻ വലിയ പദവി തരുമോ? തരാം, ഇല്ലാതിരിക്കാനും കഴിയും. എടുത്തു കളയാൻ കഴിയാത്ത ഒരു കാര്യമുണ്ട്, ഉള്ളിലെ സ്വാതന്ത്ര്യം. ആരെങ്കിലും നിങ്ങളെ അപമാനിച്ചാൽ പോലും മുൻപത്തെ പോലെ ദിവസങ്ങളോളം അതേ ചിന്തയിൽ നീറാൻ നിങ്ങൾ തയ്യാറാകില്ല. അവരെന്നോട് അങ്ങനെ ചെയ്തു, എന്നാലും അവരെന്നോട് അങ്ങനെ ചെയ്തില്ലേ, ആ സങ്കടമുണ്ടാവില്ല. എന്നാലും അവൻ എന്നോട് അങ്ങനെ ചെയ്തില്ലേ എന്നുള്ള പ്രതികാരമുണ്ടാവില്ല. അവരുടെ അവസ്ഥ അതാണ്, അവർക്ക് അത്രേ അറിയുള്ളൂ, അത്രയും വിവരമേ ഉള്ളൂ എന്ന് പറഞ്ഞ് വിട്ടുകളയുന്ന ഒരു മനസ്സ് വരും. അപ്പോൾ ശിവനെ സത്യമായി പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതം പെർഫെക്റ്റ് ആകുമെന്ന് ഒരിക്കലും വിശ്വസിക്കരുത്. പക്ഷേ പീസ്ഫുള്ളാകും. പ്രശ്നങ്ങൾ തീരും എന്ന് കരുതരുത്. പക്ഷേ ആ പ്രശ്നങ്ങളോടൊപ്പം ജീവിക്കാൻ നിങ്ങൾക്ക് പഠിക്കും, നിങ്ങളറിയും, നിങ്ങളതിനെ മനസ്സിലാക്കും. അതാണ് യഥാർത്ഥ മാറ്റം എന്ന് പറയുന്നത്. നിങ്ങളുടെ ഉള്ളിലുള്ള മാറ്റങ്ങളാണ് വരുന്നത്. ആദ്യം നിങ്ങളുടെ സാഹചര്യങ്ങളെ എപ്പോൾ നിങ്ങൾ പൂർണ്ണ മനസ്സോടെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നോ, നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്ന പ്രശ്നങ്ങളായാലും എന്തായാലും നിങ്ങളതിന് മുന്നിൽ ഒരു സറണ്ടറായി നിൽക്കുമ്പോൾ ആ സമയത്ത് അത് നിങ്ങളുടെ മുന്നിൽ അടിയറവ് പറയും. ആ പ്രശ്നമോ എന്തോ എന്ന് നിങ്ങളെ അലട്ടുന്ന ഏത് പ്രശ്നമാണെങ്കിലും അത് നിങ്ങളറിയാതെ പോലും നിങ്ങളെ നിന്ന് വിട്ടുപോകും എന്നുള്ളതാണ്. അപ്പോൾ ഒരു ദിവസം നിങ്ങളുടെ പഴയ ജീവിതത്തെ ഓർത്തു നോക്കും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അത്ഭുതം തോന്നും, ഇത്ര ചെറിയ കാര്യങ്ങൾക്കായിരുന്നോ ഞാൻ ഇത്രയും തകർന്നത്? ഇതിനായിരുന്നോ ഞാൻ എൻ്റെ രാത്രികൾ കരഞ്ഞു തീർത്തത് എന്നൊക്കെ നിങ്ങൾ ചോദിക്കും. നിങ്ങളോട് തന്നെ ചോദിക്കും. അപ്പോഴാണ് മനസ്സിലാകുന്നത്, ജീവിതം മാറിയില്ല, ജീവിതം അങ്ങനെ തന്നെയാണ്, പക്ഷെ ഞാൻ മാറി. ശിവൻ പുറത്ത് നിൽക്കുന്ന ഒരു വിഗ്രഹമായിട്ട് ആരും കാണരുത്. അത് ആ ഒരു വിഗ്രഹത്തിൻ്റെ അത് മാത്രമല്ല, ഭഗവാൻ നിങ്ങളുടെ ഉള്ളിലെ ആ ശാന്തതയാണ്, ആ ധൈര്യമാണ്, ആ ക്ലാരിറ്റിയാണ്. അതിനെ നിങ്ങൾ ദിവസവും അല്പമായി അനുഭവിക്കാൻ തുടങ്ങുമ്പോഴാണ് അതിനെയാണ് ശിവനെ സത്യമായി പ്രാർത്ഥിക്കുന്നതെന്ന് പറയുന്നത്. അവിടെയാണ് നിങ്ങളുടെ ശിവഭക്തി പൂർണ്ണമാകുന്നത്. അപ്പോൾ അവസാനം ഞാൻ ഒരു കാര്യം മാത്രം പറയാം. ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ അത് വേണം, എനിക്ക് ഇത് വേണം എന്ന് മാത്രം നിങ്ങൾ ചോദിക്കരുത്. എന്ത് വന്നാലും അത് സഹിക്കാൻ ഒരു മനസ്സ് തരണമേ. ഇതെല്ലാം എൻ്റെ കർമ്മഫലങ്ങളാണ്, ഇതെല്ലാം ഞാൻ അനുഭവിക്കാൻ തയ്യാറാണ് എന്ന് ചോദിക്കൂ. ആ പ്രാർത്ഥന സത്യമായാൽ ഭഗവാൻ മഹാദേവൻ നിങ്ങളെ ഒരിക്കലും കൈവിടില്ല. കാരണം
തകർന്ന മനസ്സുകളെ ശബ്ദമില്ലാതെ ചേർത്ത് നിർത്തുന്നവനാണ് മഹാദേവൻ, ഈ പ്രപഞ്ചത്തിൻ്റെ നാഥൻ, പ്രപഞ്ചനാഥൻ. എല്ലാവരും ധ്യാനമെടുക്കുക. ധ്യാനത്തിലൂടെ നിങ്ങളുടെ ആത്മാവിനെ ശുദ്ധീകരിക്കുക. ആത്മാവ് നിങ്ങൾക്ക് ഉണർത്തിത്തരും. നിങ്ങൾ എങ്ങനെയുള്ള ആളാണ്, നിങ്ങൾ ഏത് വഴിയിലൂടെയാണ് സഞ്ചരിക്കേണ്ടത്, നിങ്ങളുടെ ബന്ധങ്ങൾ നിങ്ങൾക്ക് എങ്ങനെയാണ് വന്നത്, അതെല്ലാം നിങ്ങൾക്ക് ക്ലാരിറ്റി ആക്കി തരും. അതാണ് ഈ പ്രപഞ്ചം, അതാണ് ഈ പ്രപഞ്ചനാഥൻ. ഇത്രയും സമയം നിങ്ങൾ ഈ വീഡിയോ കേട്ടുകൊണ്ടിരുന്നെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾ എന്തെങ്കിലും നേടാൻ വേണ്ടിയല്ല, എന്തെങ്കിലും പിടിച്ചു നിൽക്കാൻ വേണ്ടിയാണ് ഇവിടെ എത്തിയത്. നമുക്ക് പലപ്പോഴും തോന്നും എൻ്റെ പ്രാർത്ഥന കേൾക്കപ്പെടുന്നില്ല എന്ന്. പക്ഷേ സത്യം എന്താണെന്ന് നിങ്ങൾ അറിയണം. നമ്മൾ ഇപ്പോഴുള്ള ജീവിതത്തെ സ്വീകരിക്കാൻ തയ്യാറാകാതെ മാറ്റം മാത്രം ചോദിക്കുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ തടസ്സമാകുന്നത്. ഒന്ന് മനസ്സിലാക്കേണ്ടത്, മഹാദേവൻ നിങ്ങൾക്ക് വേണ്ടതെല്ലാം നൽകാൻ തയ്യാറാണ്. പക്ഷെ നിങ്ങൾ ഇപ്പോഴുള്ളതിനെ സ്വീകരിക്കാൻ തയ്യാറാകുന്ന നിമിഷം വരെ ഭഗവാൻ കാത്തു നിൽക്കും. കാരണം നിങ്ങൾ ഇപ്പോഴുള്ളത് സ്വീകരിക്കുന്ന നിമിഷം നിങ്ങൾ ആവശ്യപ്പെടുന്നത് കുറയും. അവിടെ നിന്നാണ് മഹാദേവൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതിലും അധികമായി നൽകുന്നത്. ഇതിനുദാഹരണം പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തന്നെ നോക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ കുട്ടികൾ നമ്മളോട് എന്തെങ്കിലും ഒരു കാര്യം ആവശ്യപ്പെട്ടെങ്കിൽ, അവർക്കത് നന്മയുണ്ടാകുന്ന കാര്യമാണെങ്കിൽ മാത്രമേ നമ്മളത് അവർക്ക് സാധിച്ചു കൊടുക്കുകയുള്ളൂ. അവർ സമാധാനത്തോടെ ക്ഷമയോടെ അതിനെ അംഗീകരിക്കുകയാണെങ്കിൽ നമ്മൾ അവരാഗ്രഹിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ അവർക്ക് ചെയ്യാൻ നമ്മൾ തയ്യാറാകും. അതേപോലെ തന്നെയാണ് നമ്മൾ മഹാദേവനോട് ആവശ്യപ്പെടുന്നതും. അങ്ങനെയാണ് ഭഗവാൻ കണക്കാക്കുന്നത്. നീ ഇപ്പോൾ എന്നോട് ചോദിക്കുന്നത് നിനക്ക് നന്മ തരുന്നതല്ലെങ്കിൽ നിനക്കത് വേണ്ട, ഇതിലും നന്മ ഉള്ളത് നിനക്ക് ഞാൻ തരാം എന്ന് പറഞ്ഞ് നമ്മളെ വെയിറ്റ് ചെയ്യിപ്പിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഒന്നും മാറിയില്ല എന്ന് തോന്നിയാൽ നിങ്ങൾ തന്നെ ഒന്ന് ശ്രദ്ധിക്കണം. നിങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടോ എന്ന്, നിങ്ങളുടെ മനസ്സ് കുറച്ച് ശാന്തമായിട്ടുണ്ടോ എന്ന്, കുറച്ച് ഭാരം ഇറങ്ങിയിട്ടുണ്ടോ എന്ന്. അതേയെങ്കിൽ പ്രാർത്ഥന കേൾക്കപ്പെട്ടു. ജീവിതമല്ല, നിങ്ങൾ തന്നെയാണ് മാറിയത്. ഇത് തന്നെയാണ് ഭഗവാൻ മഹാദേവൻ്റെ വഴിയും മഹാദേവൻ്റെ കൃപയും അതുതന്നെയാണ്. എല്ലാവരെയും ഈ പ്രപഞ്ചനാഥനായ മഹാദേവൻ എല്ലാവരിലും അനുഗ്രഹം ചൊരിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.